Hey guys. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പം ഡേ 2 ആണ്, ലാസ്റ്റ് ഡേ ഇത്. ലാസ്റ്റ് ഡേ ഓഫ് അവർ ട്രിപ്പ്, ഓഫീസ് ട്രിപ്പ്. അപ്പം നമ്മളിവിടെ എവിടെയാണ്? വാഗമനല്ലേ? വാഗമനിൽ നിന്ന് നെക്സ്റ്റ് ലൊക്കേഷനോട്ട് പോവുകയാണ്. എനിക്ക് ഇടുക്കിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ല. അപ്പം എന്തായാലും നമ്മൾ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അത് കഴിഞ്ഞാൽ ബാക്കി മേക്കപ്പും കുട്ടിയെ കഴിക്കാൻ വേണ്ടി. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ലഗേജ് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എന്താ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ബൈ. Hi. Hello. Hi. 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 Shit. Hi. 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 Hello. Ayo. Hi. Hi. Amir. Hi. 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 Masda. Hi. 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 മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഷളേ ഒന്ന് പൊട്ടിക്കമ്പാണേ അന്ന് സ്റ്റക്കായി തോന്നണം. ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ കടയിലെത്തിയിരിക്കുകയാണ്, അമീർ ഹോട്ടലിൽ. സോ ഗൈസ്, നമ്മൾ രാമക്കൽ മേഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രക്കിംഗ് അല്ലേ? ട്രക്കിംഗ് ആണ് ഗൈസ്. ബാക്കി ഗൈസ് വേറെ കുറെ ജീപ്പിലുണ്ട്. ആകാശ് ഈ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ കാരണവൻ. ഈ രാമക്കൽ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് വനവാസ കാലത്ത് രാമൻ സീതനെ അന്വേഷിച്ച് വന്നു. രാമൻ കയറിയെന്നും രാമന്റെ കാൽപാദം പതിഞ്ഞെന്നും രാമൻ ഇവിടെ നിന്നാണ് ശ്രീലങ്കയ്ക്ക് പോയെന്നും ഈ കാണുന്നത് കടലായിരുന്നു ഉൾവലിഞ്ഞ് കരയായതാണെന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അതാണ് രാമക്കൽമഠ പേര് വന്നിരിക്കുന്നത്. രാമന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം, അതാണ് രാമക്കൽമഠ പേര് വന്നിരിക്കുന്നത്. പിന്നെ രാമക്കൽ എന്ന് പറയുന്ന സ്ഥലം കേരളത്തിലാണ്. രാമക്കല്ല് നിൽക്കുന്ന തമിഴ്നാട്ടിൽ. നമ്മൾ ഈ വണ്ടി വന്ന് നിൽക്കുന്ന വരെ ഉള്ളൂ കേരള. അതിന് ഇപ്പോഴത്തോട്ട് തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയ ഈ കാണുന്ന തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമാണ്. തമിഴ്നാട് തേനി ജില്ലയിലാണ് ഈ കല്ല് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ നിന്ന് 3600 അടി ഹൈറ്റ് നിൽക്കുന്ന മെയിൻ സൂയിസൈഡ് പോയിന്റ് ആണ് രാമക്കല്ല്. ഇവിടുത്തെ ഒരു മെയിൻ സൂയിസൈഡ് പോയിന്റ് ആണ്. നമുക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും ശക്തി കാറ്റ് വീശുന്ന സ്ഥലമാണ് രാമക്കൽ. ഇവിടെ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കുറച്ച് ബൈക്കിൽ അവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് മാറിപ്പോകാനായിട്ടേ പറ്റുള്ളൂ. ഇവിടെ ഒരു 3 ടൈമിൽ ഒരു 3 വ്യൂ ആണ്. നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് മുന്നേ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണത്തില്ല, ഫുള്ള് കോടയായിരിക്കും. ഇവിടെ താഴെ ഇങ്ങനെ മേഘം നിൽക്കും, മേഘത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ നിൽക്കുന്നതായിട്ട് തോന്നും. അത് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു വ്യൂ ആണ്. ഇനി വൈകിട്ട് 6:30 ശേഷം വരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് ലൈറ്റ് വരും. ഇവിടെ മെയിനായിട്ട് ഫ്ലൈറ്റ് വ്യൂ എന്നാണ് പറയുന്നത്. ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ ആണ്. നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് ആ കാണുന്ന കുറവൻകുത്തി സ്റ്റാച്ചു കാണാനാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് പണ്ടൊരു മുനി 2 ആദിവാസികളെ ശപിച്ചിട്ടാണ് മലകളാക്കിയെന്നാണ് പറയുന്നത്. പിന്നീട് ഇവർക്ക് ഒരു വരം നൽകുകയും മനുഷ്യനിർമ്മിതിയാൽ ഇവർ ഒന്നിപ്പിക്കുന്ന ഒരു വരം നൽകുകയും ആ വരപ്രകാരം കുറവൻകുർത്തി എന്ന് പറയുന്ന 2 മലകളെ ജോയിൻ ചെയ്തിട്ടാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ കുറവൻകുർത്തി സ്റ്റാച്ചു ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന് കേരളത്തിലെ ഇരട്ട പ്രതിമകളിൽ ഏറ്റവും വലിപ്പം കൂടിയ പ്രതിമയാണ്. അതിൻ്റെ ബാക്കി കാണുന്ന ഒരു വേഴാമ്പലിൻ്റെ ഒരു വാച്ച് ടവറാണ്. ആ വാച്ച് ടവർ കയറി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ കമ്പന്തേരി മുന്തിരിത്തോട്ടം ഉൾപ്പെടെ ഈ കാണുന്ന തമിഴ്നാടിൻ്റെ വ്യൂ കുറച്ചുകൂടി ഇത്ര ഹൈറ്റിലല്ല, അത് കുറച്ചുകൂടി നമുക്ക് അടുത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ?
നന്ദന. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളിയായിരുന്നു. രാമക്കൽ മേടോ? എല്ലാം സെറ്റായിരുന്നു. ഈ പാറയോ? വളരെ നൈസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നൈസ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരും ട്രൈ ചെയ്യണം വിത്ത് ഫ്രണ്ട്സ്. ഓക്കെ. സോ ഗൈസ്, നമ്മൾ തിരിച്ച് ടെക്നോ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഒഫീഷ്യലി ഞങ്ങൾ ട്രിപ്പ് എൻഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും സോംബീസായി. എല്ലാവരും ഓരോ ബൈ പറഞ്ഞു. അങ്ങോട്ട് ജില്ലായിട്ട് പോയാണ്. തിരിച്ചു കണ്ട കളവന്മാര് പറഞ്ഞ പോലെ മുട്ടൊക്കെ ആ ഒരുത്ത ഇവിടെ MMA ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. Okay guys, അപ്പം have a good day. Bye bye.